ശശി തരൂരിനെ എങ്ങനെങ്കിലും ഞങ്ങൾ തീരുമാനിക്കുന്നിടത്ത് കൊണ്ട് കെട്ടും, അല്ലെങ്കിൽ വഴി തെളിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ആ വഴിയിലൂടെ നടത്തിക്കും. ഇനി തരൂർ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അഥവാ അല്പം ആഗ്രഹമേ ഉള്ളൂവെങ്കിലും ഞങ്ങൾ തള്ളി 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 തരൂരിനെ കൊണ്ടുവന്ന് അവിടെ കെട്ടിയേ അടങ്ങൂ. മലയാളത്തിലെ മാധ്യമങ്ങളുടെ 2-3 ദിവസമുള്ള വെപ്രാളവും തത്രപ്പാടും കണ്ടാൽ അതാണ് തോന്നുക. തരൂർ നോക്കുമ്പോൾ ഈ പറയുന്ന എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളിന് അല്ലാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലൈം ലൈറ്റിൽ നിൽക്കാൻ വലിയ സ്കോപ്പില്ലാത്തതുകൊണ്ട് പുള്ളിയും അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയൊരു മഹാസംഭവമാണത്രേ. വിദേശകാര്യങ്ങൾ നോക്കുന്ന പാർലമെൻ്ററി സമിതിയുടെ ചെയർമാനായ ശശി തരൂരിനെ ഈ പാകിസ്ഥാൻ്റെ ഭീകരവാദത്തെക്കുറിച്ച് ലോകത്തോട് സംവദിക്കുന്നതിന് വേണ്ടി, അറിയിക്കുന്നതിന് വേണ്ടി സമിതികളെ അയക്കുന്നതിൽ ഒരു സമിതിയെ ശശി തരൂർ നയിക്കും. അതാണ് വലിയ പൊല്ലാപ്പും പുകിലുമായി കൊണ്ടാടുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഈ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് നിയോഗിക്കുന്ന ഈ കമ്മിറ്റികളിൽ എല്ലാ പാർട്ടികളിലെയും MP-മാരെ ഉൾപ്പെടുത്താൻ വേണ്ടി ഓരോ പാർട്ടികളെയും സമീപിച്ചിട്ടുണ്ട് എന്ന വാർത്തയും അവിടെ ഉണ്ടെങ്കിൽ പോലും തരൂർ നയിക്കും എന്ന് പറയുന്നതിനാണ് വലിയ പ്രാധാന്യം. ഇതിനിടയിൽ ഇന്നലെ മറ്റൊരു വാർത്ത കണ്ടുപിടിച്ചത് തരൂരിനെ ശാസിച്ചു. സ്വകാര്യമായ അഭിപ്രായങ്ങൾ പരസ്യമായി പറയരുതെന്ന് ശാസിച്ചു. തരൂർ പറയുന്നു, ഞാനിരുന്ന സമയത്തൊന്നും അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായില്ല, അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. എന്നാൽ നല്ല ഡിസ്കഷൻ പല കാര്യങ്ങളെക്കുറിച്ചും നടന്നു, അത് വ്യക്തിപരമായ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോലും അങ്ങനെ ഒന്നും പറഞ്ഞാൽ പോരാ, നിങ്ങളെ ശാസിച്ചു എന്ന് ഞങ്ങൾ പറയുന്നത് തന്നെ സത്യം, അതങ്ങ് അംഗീകരിക്കണം എന്നുള്ളതാണ് പുതിയ പുകില്. ഇതിലൊക്കെ വല്ല കാര്യമുണ്ടോ? ഇനി തരൂർ ഇവിടെ നിന്നാലും അപ്പുറത്ത് പോയാലും എവിടെ പോയാലും എന്ത് സംഭവിക്കാനാണ്? എത്രയോ പോയി 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 തീർന്ന ബാക്കി പാർട്ടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവെങ്കിലും പാർലമെൻറ്റിലുള്ള സ്ഥിതിയിലേക്ക് എത്തിയത്. ഇനി 3-4 പേരും കൂടി അങ്ങ് പോയാലും ജനങ്ങൾ വോട്ട് ചെയ്യാനും പിന്തുണയ്ക്കാനും തീരുമാനിച്ചാൽ ആരുണ്ട് എന്ന് നോക്കിയല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. സാക്ഷാൽ രാജ്യം ഭരിക്കാൻ, പ്രധാനമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യനാണെന്ന് എല്ലാവരും തീരുമാനിച്ചിരുന്ന ഒരാളാണ് LK അദ്വാനിജി. അന്ന് ആരും ഇപ്പോഴത്തെ മോഡിജിക്ക് ഒരു സ്ഥാനവും ദേശീയ രാഷ്ട്രീയത്തിൽ കൽപ്പിച്ചിരുന്നില്ല. ഗുജറാത്ത് കൊണ്ട് അദ്ദേഹം അങ്ങ് ജീവിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. എന്നാൽ സംഗതി ഇപ്പോൾ എവിടെ പോയി? മോഡിജി എവിടെ? അദ്വാനിജി എവിടെ? അദ്വാനിജി പോയതുകൊണ്ട് മോഡിജിക്ക് വല്ല കുഴപ്പവും വന്നോ? ഒന്നും വന്നില്ല എന്ന് പറയുന്നത് പോലെ ഏതായാലും BJP പാർട്ടിയിലെ അദ്വാനിയുടെ അത്രയും പ്രാധാന്യമൊന്നും കോൺഗ്രസ് പാർട്ടിയിൽ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സംസ്ഥാനത്താകെ അനുയായികളോ അല്ലെങ്കിൽ അത്തരം സംഗതികളോ ഒന്നുമില്ല. അദ്ദേഹം വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സംഗതി യുദ്ധം നടത്തി ഒരുപാട് എയർപോർട്ടുകൾ ആക്രമിക്കുകയും ഒരുപാട് സാധനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും എല്ലാ എയർപോർട്ടുകളും അടച്ചിടുകയും ഒക്കെ ചെയ്ത ആളുകൾ ഇപ്പോൾ തരൂരിൻ്റെ പുറകിൽ വെച്ച് പിടിയോടെ പിടിയാണ്. ഇതിലെന്താണ് ഇത്രമേൽ മഹാത്ഭുതമെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. വിദേശകാര്യങ്ങൾ നോക്കുന്ന പാർലമെൻ്ററി സമിതിയുടെ ചെയർമാനാണ് ഇപ്പോൾ തന്നെ അദ്ദേഹം. സ്വാഭാവികമായി അതിനുവേണ്ടി പോകുന്ന ഒരു ദൗത്യസംഘത്തെ, പല ദൗത്യസംഘങ്ങൾ പോകുന്നുണ്ട്, ആ ദൗത്യസംഘത്തിൽ ഒരെണ്ണത്തിനെ തരൂർ നയിക്കും. ദീർഘകാലം ഐക്യരാഷ്ട്രസഭയും മറ്റ് രാജ്യങ്ങളുമായൊക്കെ നല്ല ബന്ധമുള്ള, ഭാഷയുള്ള, ഇക്കാര്യങ്ങളിൽ ആശയവിനിമയം നടത്താൻ കഴിവുള്ള ഒരാളിനെ ചുമതലപ്പെടുത്തുന്നു. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അത് പ്രതിപക്ഷത്തുള്ള ഒരാളിനെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്ത് തരൂരിനെ എങ്ങനെയെങ്കിലും അവിടെ കൊണ്ട് എത്തിച്ചേ അടങ്ങൂ എന്ന വാശിയിലാണ്. ഇനി അദ്ദേഹത്തിന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പോവാം. അദ്ദേഹം അത് പോകുന്നില്ലെന്ന് പറഞ്ഞാലും അങ്ങനെ കൊണ്ടുപോയേ അടങ്ങൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സംഗതി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുതിയ സ്ഥാനമാണ് ഇപ്പോൾ വലിയ ട്രെൻഡിങ് ആയി ഇങ്ങനെ അടിച്ചു കയറി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്.